ആ ഫലം ആ കർമ്മം ചെയ്ത ആളിലേക്ക് കർത്താവിലേക്ക് വരുന്നു. ഇതാണ് നടക്കുന്നത്. അപ്പോ ഈ ജഗത്തും ഈ കർത്താവിന്റെ ശക്തിയും തമ്മിലുള്ള പ്രതിപ്രവർത്തനമാണ് നടക്കുക. അവിടെ ദേവൻ എന്നൊരു ഘടകമില്ല. ആ ഇല്ലാത്ത ഒന്നിനെ കൽപ്പിക്കുന്നു. ചരിത്രത്തിൽ ദേവന്മാരെന്ന് പറഞ്ഞാൽ ആര്യന്മാരാണ്. ഇതിനെ മതത്തിൽ കൊണ്ടുവന്ന് മനുഷ്യർക്ക് എല്ലാം തരുന്ന ശക്തികൾ ആക്കി കൽപ്പിക്കുന്നു. അങ്ങനെ ദേവതോപാസന, ദേവത ആരാധന, ദേവതയ്ക്ക് വേണ്ടിയിട്ട് യാഗം, ഇങ്ങനെയുള്ള മതകർമ്മങ്ങൾ ഉണ്ടാവുന്നു. ഇതൊക്കെ അനർത്ഥങ്ങളാണ്, ഒന്നും അർത്ഥങ്ങളല്ല. ഇതിനൊരിക്കലും രാഷ്ട്ര പുനർനിർമ്മാണത്തിന്റെ ഉപായമാവാൻ സാധിക്കില്ല. രാഷ്ട്രം എന്ന് പറയുന്നത് ജനതയും സംസ്കാരവും ആ ജനത ജീവിക്കുന്ന ഭൂമിയുമാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള ചിന്തകളാണ് രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ വരുന്നത്. ഈ ജനതയുടെ യോഗക്ഷേമം, യോഗം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് കിട്ടുക, ക്ഷേമം എന്ന് പറഞ്ഞാൽ കിട്ടിയതിനെ രക്ഷിക്കുക, ആണ് യോഗക്ഷേമം. അപ്പൊ ധനമില്ലാത്തവർക്ക് ധനം കിട്ടണം, വടിയില്ലാത്തവർക്ക് വീട് കിട്ടണം, വിദ്യയില്ലാത്തവർക്ക് വിദ്യ കിട്ടണം, രോഗമുള്ളവർക്ക് ചികിത്സ കിട്ടണം. യോഗം. പിന്നെ കിട്ടിയതിന് രക്ഷണം ഉണ്ടാകണം, ആ കിട്ടിയ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ ജനങ്ങളുടെ യോഗക്ഷേമം ആണ് ഈ രാഷ്ട്ര പുനർനിർമ്മാണത്തിന്റെ പ്രാഥമികമായ ലക്ഷ്യം. അതിൽ കൂടിയ ജനതയുടെ വികാസം, ജനതയുടെ വികാസം തന്നെയാണ് രാഷ്ട്രത്തിന്റെ വികാസം. ജനത സമ്പന്നമാണെങ്കിൽ രാഷ്ട്രം സമ്പന്നമാണ്. ജനതയ്ക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ രാഷ്ട്രത്തിന് ബുദ്ധിയുണ്ട്. ജനങ്ങൾ വിഡ്ഢികളാണെങ്കിൽ ആ രാഷ്ട്രം വിഡ്ഢിയാണ്. അപ്പൊ ജനങ്ങളിൽ സദ്ഗുണങ്ങൾ ഉണ്ടാകണം, ജനങ്ങൾക്ക് വളർച്ചയുണ്ടാകണം, പുരോഗതി ഉണ്ടാവണം. വൈജ്ഞാനികമായിട്ട്, തത്വചിന്താപരമായിട്ട്, അതുപോലെ കലാസാഹിത്യ വിഷയങ്ങളിലൊക്കെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന നൈപുണ്യം, അവരുടെ സർഗശക്തി, ആസ്വാദന ശക്തി, ഈ സർഗശക്തി, ആസ്വാദന, ഇതൊക്കെ തന്നെയാണ് വിജ്ഞാനത്തിലും വരിക. വിജ്ഞാനത്തിലും എപ്പോഴാണ് ഈ വിജ്ഞാനം നമുക്ക് ഉപകാരത്തിനാവണത്, എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വിജ്ഞാനം കടന്നു വരുന്നത്? ജിജ്ഞാസുക്കൾക്ക് വിജ്ഞാനം എന്ന നിലയ്ക്ക് തന്നെ ആകർഷകമാണ്. സാധാരണ ജനങ്ങള് എപ്പോഴാണ് ഇതിനെ ആസ്വദിക്കുന്നത്, എപ്പോഴാണ് ഇതിനെ അറിയുന്നത്, അംഗീകരിക്കുന്നത്? അത് അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ്. ജീവിതത്തിലേക്ക് ഇത് വരുന്നത് സാങ്കേതിക വിദ്യയായിട്ടാണ്. ഇത് ജീവിത സൗകര്യങ്ങളെ വർദ്ധിപ്പിക്കുന്നു, സുഖസാമഗ്രികൾ പ്രദാനം ചെയ്യുന്നു. അങ്ങനെ വിജ്ഞാനത്തിന്റെ വളർച്ചയിൽ കൂടി, സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ കൂടി ജനജീവിതം കൂടുതൽ കൂടുതൽ സുഖകരമായിട്ട് വരുന്നു. അതോടൊപ്പം സാമൂഹ്യ ഘടന, ഭരണ സംവിധാനം, അർത്ഥവ്യവസ്ഥ, ഇതെല്ലാം ഉണ്ടായി. ഇതെല്ലാം കൂടിയാണ് ഒരു രാഷ്ട്രത്തിന്റെ സ്വഭാവം, സ്വരൂപം, അതിന്റെ ഭാവിയെല്ലാം തീരുമാനിക്കണം. പിന്നെ രാഷ്ട്രത്തിന് തനതായ ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളിൽ മതം എന്നൊരു ഘടകമില്ല. മതത്തിന് അവിടെ പ്രവേശമേ ഇല്ല. പിന്നെ മതവികാരം എന്നൊരു വികാരം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഇല്ലാത്തതിന്റെ പേരിലുണ്ടാകുന്ന വികാരമാണ്. ഉള്ള ഒന്നിന്റെയും പേരിൽ മതത്തിന് വികാരമില്ല. ഉദാഹരണത്തിന്, ഉള്ളതാണ് സമൂഹം. ഈ മതവികാരത്തിൽ സമാജത്തിന് വേണ്ടിയുള്ള വികാരം ഉൾപ്പെട്ടിരിക്കുന്നില്ല. നിരീശ്വരവാദിക്കുള്ള സാമൂഹ്യ വികാരം ഈശ്വരവാദിക്ക് ഇല്ല എന്നാണ് അനുഭവം. വിശ്വാസികൾക്ക് സമാജത്തെ ചൊല്ലി ഒരു വികാരവും ഇല്ല. അവരുടെ വികാരം മുഴുവൻ അവരുടെ ദൈവത്തിന് വേണ്ടിയിട്ടാണ്, ദേവന്മാർക്കും ദേവിമാർക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ സമാജത്തോടുള്ള ഉപേക്ഷയാണ് മതം ഉണ്ടാക്കുന്നത്. ആ നിലയ്ക്ക് രാഷ്ട്രവിരുദ്ധ ശക്തികളിൽ ഒന്നാമത്തേതാണ് മതം. ബാക്കിയൊക്കെ രണ്ടാമത്തെയും മൂന്നാമത്തെയാണ്. അതുകൊണ്ട് രാഷ്ട്രത്തിന് ഒരിക്കലും അതിൻ്റെ നിലനിൽപ്പിനോ പുരോഗതിക്കോ വേണ്ടി
മതത്തെ ആശ്രയിക്കാൻ പറ്റില്ല, മതത്തെ ഉപയോഗിക്കാനും പറ്റില്ല. മതത്തെ വർജിക്കുകയാണ് വേണ്ടത്. അപ്പൊ മതേതരത്വമാണ് രാഷ്ട്രത്തിന് ഉപകാരപ്രദമായ ആദർശം. മതേതരത്വം എന്ന് പറഞ്ഞാൽ മതമില്ലായ്മയാണ്. മതത്തിൽ നിന്ന് ഇതരമായത്, വേറെയായത് മതേതരം. ഇപ്പൊ രാഷ്ട്രം എന്നത് ഒരു മതേതര സങ്കല്പമാണ്. രാഷ്ട്രം മതേതരമായ അസ്തിത്വമാണ്. അതങ്ങനെ തന്നെ നിൽക്കണം. രാഷ്ട്രത്തിന്റെ വികാസത്തിന് മതപരമായ ഒന്നിനെയും ആശ്രയിക്കാൻ പാടില്ല. അതെപ്പോഴും മതേതരമായ പദ്ധതിയിൽ കൂടി തന്നെ മതേതരമായ സാമഗ്രികൾ ഉപയോഗിച്ച് രാഷ്ട്രം വളരണം. എന്നാൽ മാത്രമേ ഇത് രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്കാവുള്ളൂ. മതത്തിന് ഒരിക്കലും രാഷ്ട്രത്തെ വളർത്താൻ കഴിയില്ല. മതം രാഷ്ട്രത്തിന് ഇപ്പോൾ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് ഉപകാരപ്പെടുമെങ്കിൽ എന്നതിലാ എങ്കിൽ, നടപ്പിലാകാൻ പോകുന്നില്ലാത്ത എങ്കിൽ ആണ്. അത് ഉപകാരപ്പെടാൻ പോകുന്നില്ല രാഷ്ട്ര പുനർനിർമ്മാണത്തിന് എന്നാണ് നമുക്ക് അനുഭവം കൊണ്ടും യുക്തി കൊണ്ടും കാണാൻ കഴിയുക. അഭിലാഷ് ആരംഭിച്ചിട്ടില്ല, കേൾക്കുന്നില്ലേ? അല്ല, അത് ന്യായശാസ്ത്രം ആരംഭിച്ചിട്ടില്ല. തുടങ്ങാൻ സോമട്ടല്ലേ? 9:15 9:15